ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. സമൂഹത്തിന്റെ കൂട്ടായ പുരോഗതിയിൽ വൈയക്തിക മൂല്യങ്ങൾ വളരെയേറെ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക ക്ഷേമത്തിന് ഉദാര ചിന്താരീതികൾ ഏറെ പ്രധാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വളർച്ചായാത്രയ്ക്ക് ആക്കം കൂട്ടിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വിവിധ മേഖലകളിൽ ഈ വർഷമുണ്ടായത്. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ ലോകം ഇന്ന് പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. പുത്തൻ തലമുറ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തുണ്ടായ അതിവേഗ പുരോഗതിയെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ 2ാം വാർഷികത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസത്തിന്റെ ദൈവിക ആഘോഷമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാണപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് രാമക്ഷേത്ര സമുച്ചയത്തിലെ അന്നപൂർണ ക്ഷേത്രത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒപ്പമുണ്ടായിരുന്നു. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും ലോകത്തിന് കാട്ടിക്കൊടുത്ത യഥാർത്ഥ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം മുഖ്യമന്ത്രി വർക്കലയിൽ ഉദ്ഘാടനം ചെയ്തു. ചാതുർവർണ്ണ്യ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശമാണ് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു പകർന്നു നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2026 വരവേൽക്കാനൊരുങ്ങി ലോകം. പുതുവർഷപ്പിറവിയിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. സംസ്ഥാനത്തുടനീളം പോലീസ് വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 1200 പോലീസ് ഉദ്യോഗസ്ഥരാണ് പുതുവത്സരാഘോഷ പരിപാടികളുടെ ഭാഗമായി സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന മാളുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ, ബീച്ചുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടായിരിക്കും. പൊതുമദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ക്രമരഹിതമായ പെരുമാറ്റം, മദ്യപിച്ചുള്ള ബഹളങ്ങൾ എന്നിവ കർശന പരിശോധനയിലൂടെ തടയും. മദ്യപിച്ച് വാഹനമോടിക്കുക, അമിത വേഗത, പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ്, അഭ്യാസ പ്രകടനങ്ങൾ മുതലായവയും തടയും. സ്ത്രീകളെയും കുട്ടികളെയും ശല്യം ചെയ്യുന്നവരെ നിരീക്ഷിക്കാനും പിടികൂടാനുമായി പുരുഷ, വനിത, മഫ്തി പോലീസ് ടീമുകളുണ്ടാകും. ഡിജെ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിന് പോലീസിൽ നിന്ന് അനുമതി വാങ്ങാൻ എല്ലാ ഹോട്ടലുകൾക്കും ക്ലബ്ബുകൾക്കും പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്നും അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണെന്നും തിരുവനന്തപുരം സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലും പുതുവർഷ ആഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൊച്ചിൻ കാർണിവലിനോട് അനുബന്ധിച്ച് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പരേഡ് ഗ്രൌണ്ട്, വെലിഗ്രൌണ്ട് പരിസരത്ത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുകയാണ്. വൈപ്പിൻ ഭാഗത്ത് നിന്നും റോറോ ജങ്കാർ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ വൈകിട്ട് 4 വരെയും ആളുകളെ 7 വരെയും മാത്രമേ കടത്തിവിടുകയുള്ളൂ. തിരക്ക് കണക്കിലെടുത്ത് ബസ്സുകൾ പുലർച്ചെ 3 വരെയും മെട്രോ റെയിൽ പുലർച്ചെ 2 വരെയും വാട്ടർ മെട്രോ പുലർച്ചെ 4 വരെയും സർവീസ് നടത്തും. 2026 മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന സിബിഎസ്ഇ 10, 12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ മാറ്റം. പുതുക്കിയ തീയതികൾ സിബിഎസ്ഇ പ്രഖ്യാപിച്ചു. മാർച്ച് 3 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 11 12ാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 10 മാറ്റിയത്. ഭരണപരമായ കാരണങ്ങളാലാണ് തീയതികൾ പുനഃക്രമീകരിച്ചതെന്ന് ബോർഡ് അറിയിച്ചു. മറ്റ് പരീക്ഷകളിൽ മാറ്റമില്ല. സിബിഎസ്ഇ 10ാം ക്ലാസ് പരീക്ഷകൾ 2026 ഫെബ്രുവരി 17 ആരംഭിച്ച് മാർച്ച് 10 വരെയും 12ാം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 9 വരെയുമാണ് നടക്കുക. കേന്ദ്ര സർക്കാരിന്റെ 2026 കലണ്ടർ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 2047 വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ ദേശീയ യാത്രയിലെ സുപ്രധാന അധ്യായങ്ങൾ കലണ്ടർ അടയാളപ്പെടുത്തുന്നു. സംസ്ഥാന പോലീസ് സേനയുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി വാങ്ങിയ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. SAP പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംബന്ധിക്കും. 5ാം ലോക കേരള സഭയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന്റെയും ഓപ്പൺ ഫോറത്തിന്റെയും നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. 2026 ജനുവരി 29 മുതൽ 31 വരെയാണ് സമ്മേളനം. 29 തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.